അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധവുമായി വരികയാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്, ഒരു പ്രസിഡന്റും അമേരിക്കയുടെ മുൻകാല ചരിത്രത്തിൽ താൻ നടത്തിയതുപോലെ ഇറാനുമായി ഏറ്റവും സൗഹൃദപരമായ ഒരു വിലപേശൽ നടത്തിയിട്ടില്ല. ഇറാന് വലിയ തോതിൽ സാമ്പത്തികപരമായും അല്ലാതെയും സഹായം കൊടുക്കുന്ന രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഫോർമുല എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നു. അവർ ആ ഉടമ്പടിയെ ഏകപക്ഷീയമായി റദ്ദാക്കി. അത് കാരണം ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധമായിരിക്കും. ഏതെങ്കിലും ഒരു രാജ്യം ഇറാനെ സഹായിക്കാൻ, സാമ്പത്തികപരമായി സഹായിക്കാൻ മുന്നിട്ട് വരികയാണെങ്കിൽ അവരും ഞങ്ങളുടെ ശത്രു രാജ്യമായിരിക്കും. അവർക്കും ഇതേ രീതിയിലുള്ള പണി കൊടുക്കും. അവരെയും ലോകരാജ്യങ്ങളിൽ നിന്നും ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള വീമ്പ് പറച്ചിലുമായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുകയാണ്. പരസ്പര ബന്ധമില്ലാതെയാണ് ഈ വയസ്സനായ മനുഷ്യൻ, അതായത് തലയ്ക്ക് വെളിവില്ലാത്ത പോലെയാണ് ഡൊണാൾഡ് ട്രംപ് പരസ്പര വിരുദ്ധമായി ഓരോന്ന് പറയുന്നത്. അവർ പറയുന്നത്, അമേരിക്ക അവകാശപ്പെടുന്നത് തങ്ങൾ യുദ്ധം ജയിച്ചു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമൂസ് കടലെടുക്ക് ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നുവെന്ന്. ഏതർത്ഥത്തിലാണ് ഇവർ പറയുന്നതെന്ന് മാത്രം ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം ഇറാനും ഒമാനും തമ്മിലുള്ള കരാർ പ്രകാരമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഒമാൻ തീരത്തൂടെ പോകുന്ന കപ്പലിന്റെ ചുങ്കം ഒമാനും, ഇറാന്റെ തീരത്തൂടെ പോകുന്ന കപ്പലുകളുടെ, ചരക്ക് കപ്പലുകളുടെ ചുങ്കം ഇറാനും പിരിച്ചെടുക്കുന്ന രീതി, അതൊരു ഫണ്ട് റൈസിങ് ഇവന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇറാൻ. പിന്നെ എന്തർത്ഥത്തിലാണ് അമേരിക്ക ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. മാത്രമല്ല, അമേരിക്കയുടെ സാമ്പത്തിക കടം 40 ട്രില്യൺ ഡോളറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ബില്യൺ അല്ല, ട്രില്യൺ. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന സ്വന്തം രാജ്യത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനല്ല ട്രംപ് നോക്കുന്നത്. ഇറാനെ കൂടുതൽ ഉപദ്രവിക്കാൻ എന്താണ് മാർഗം? ഇറാനെ നശിപ്പിക്കാൻ എന്താണ് മാർഗം? കാരണം ഇത് ഇസ്രയേലും അമേരിക്കയും കൂടെ വർഷങ്ങളായി തുടങ്ങിയ ഒരു രീതിയാണ്. ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, ഇറാനിലൊരു പാവ ഭരണം കൊണ്ടുവന്ന് ഇറാന്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുക, ഇറാനിലെ ഭരണാധികാരികൾക്ക് എതിരെ സാധാരണ പൊതുജനത്തെ തിരിക്കാൻ വേണ്ടി പരമാവധി ഇസ്രയേലും അമേരിക്കയും പറ്റാവുന്ന അടവുകളെല്ലാം പയറ്റി നോക്കി. അതിലെല്ലാം പരിപൂർണമായി പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇപ്പോൾ ഇറാനെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധം അങ്ങ് ഏർപ്പെടുത്തി കളയുമെന്ന് പറയുമ്പോൾ ഉടനെ ഭീഷണി സ്വീകരിച്ച് വാലും ചുരുട്ടി മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന ഒരു നേതാവല്ല ഇറാന്റെ പരമോന്നതകാരിയായിട്ടുള്ള മുജ്തബ ഖമേനി. അദ്ദേഹത്തിൻ്റെ പിതാവിനെ വധിച്ചവർക്കെതിരെ അദ്ദേഹം കൃത്യമായി സ്കെച്ച് ഇട്ടിട്ടുണ്ട്, പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിനെതിരെയുള്ള പണി വരുന്നതേ ഉള്ളൂ. ഡൊണാൾഡ് ട്രംപ് സ്വസ്ഥമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാമെന്ന് കരുതുകയും വേണ്ട. കാരണം ഡൊണാൾഡ് ട്രംപിനുള്ള പണി മുജ്തബ ഖമേനി പല രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മൊസാദിൻ്റെ പരിപാടികളും ശൃംഖലകളും എല്ലാം ഓരോന്നായി ഇറാൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യങ്ങളും ഒരുപോലെ തന്നെയാണ്. ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുക, ഇസ്രയേലിനെ പിച്ച് ചീന്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, ഒപ്പം ട്രംപിൻ്റെ വീമ്പ് പറച്ചിലിന് കൃത്യമായ മറുപടി കൊടുക്കുക. ഇത് രണ്ടും ചെയ്യുന്നത് വരെ ഇറാന് വിശ്രമം കാണില്ല.